ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളെയും കൂട്ടി ഞാൻ വാഗമണിലേക്ക് പോവാണ്. അതിനത്തെ ട്രിപ്പ് ഞങ്ങളുടെ പുതിയ വീഡിയോ വാഗമണാണ്. ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടൊരു അരമണിക്കൂറായി, ഓൺ ദ വേ ആണ്. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വാഗമണെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ കസിൻ സിസ്റ്റേഴ്സിൻ്റെ കുട്ടികളുണ്ട് ബാക്കിൽ. വൺ മിസ്റ്റർ നബിൽ ആൻഡ് സിഹ്റ ബീവി, സിഹ്റ ഫൗജാദ്. അവരെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് വാഗമണിലോട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വാഗമണിലെ വിശേഷമായിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം. ഇപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ട്, നല്ല കാഴ്ചകളുണ്ടെങ്കിൽ ഞങ്ങൾ ക്യാമറ പുറത്തും. ക്യൂട്ടി ഉണ്ട്, മറ്റേ ബർത്ത്ഡേക്ക് പ്രസന്റ് ചെയ്ത ചിമ്മുവിന്റെ ക്യൂട്ടിയും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് വാഗമൺ ചെന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ വരുന്ന കാഴ്ചകൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ മുട്ടക്കുന്നിൻ്റെ മുകളിൽ വാഗമൺ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ എന്നിട്ട് കുറേ സ്റ്റിൽസ് എടുത്ത്, ഒരുപാട് സ്റ്റിൽസ് എടുത്ത്, ഫോട്ടോ സ്റ്റിൽസൊക്കെ എടുത്ത്, കുട്ടികൾ മാറി മാറി എടുത്തു.
ഇപ്പോൾ സ്റ്റിൽസ് ഒത്തിരി ആയി ഞങ്ങളടുത്ത്. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതൊക്കെയാണ് ഇവിടെ എന്ന് പറയാം. പ്രത്യേകിച്ച് ഒരു വ്യത്യാസങ്ങൾ കാണുന്നില്ല. കുറച്ച് കടകൾ കൂടിയിട്ടുണ്ട്. ഒരു 3 വർഷം മുന്നേ ഞങ്ങളിവിടെ വന്നപ്പോൾ മിക്ക കടകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതുപോലെ വഴികളൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്, ടൈലൊക്കെ പാകിയിട്ടുണ്ട്. ഇതുണ്ടോ, വേറെ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഉണ്ടോ, അതിവിശാലമായ മുട്ടക്കുന്നുകളെ കാണുന്നത്. ഇതുണ്ടോ, മുമ്പ് ഈ പാർക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയ ഒന്നാകുന്നതാണ് ഈ പാർക്കിങ്ങും കടകളൊക്കെ കണ്ട. 3-4 കടകളാണ് മുമ്പൊക്കെ ഉണ്ടായിരുന്നു മുട്ടക്കുണ്ടിൻ്റെ അടുത്ത്. കാരണം ഈ മുട്ടക്കുണ്ടിൻ്റെ താഴ്ഭാഗത്തൊക്കെ കണ്ട സൂക്ഷിച്ച് നടന്നു പോകണം. അല്ലെങ്കിൽ ഈ പുല്ലിൽ പ്രത്യേകിച്ച് ഒരു തെന്നലുണ്ട്. ഇപ്പോൾ ഡ്രൈ ആയതുകൊണ്ട് അത്ര കുഴപ്പമില്ല. പുല്ല് നനഞ്ഞ് വെറ്റായ സമയത്തൊക്കെ ഈ പുല്ല് ഒരു തെന്നലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകണമൊക്കെ സൂക്ഷിക്കുക. ഇതെൻ്റെ അടുത്തുള്ളൊരു മുട്ടക്കുന്നാണ്. ഇതുണ്ടോ, ഇതെൻ്റെ അപ്പുറത്തുള്ള 2 മുട്ടക്കുന്നാണ് കാണുന്നത്. പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. പല ഫാമിലികളിൽ അവിടെയൊക്കെ ഇരിപ്പുണ്ട് ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച്. പിന്നെ വാഗമൺ മുട്ടക്കുന്നിനെ കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്താൻ ആവശ്യമൊന്നുമില്ല. നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന, നല്ല രീതിയിലുള്ള കാറ്റൊക്കെ ലഭിക്കുന്ന, നല്ല തണുപ്പുള്ള ഒരു അറ്റ്മോസ്ഫിയറാണത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ ഒരു മുട്ടക്കുന്നിൽ നിന്ന് മറ്റൊരു മുട്ടക്കുന്നിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മുട്ടക്കുന്ന് താഴെ ഭാഗത്ത് വന്നിട്ട് ഒരു ചെറിയ കാടാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ വല്ല പോക്കറ്റ് റോഡ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഇറങ്ങി വന്നേ. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെറിയൊരു പോക്കറ്റ് റോഡ് ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത മുട്ടക്കുന്നിലേക്ക് പോകാൻ എളുപ്പമുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും പുറകെ കൂടെ വരികയായി പോരെ. കാടിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു പോക്കറ്റ് നടപ്പാതയുണ്ട്. പോരെ 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 കേട്ടോ. കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ചെറിയ വഴിയാ പോക്കറ്റ് റോഡ്. കയറി പോരെ. ഓക്കെ, നബിയിലൂടെ പോയിരുന്നേടാ. ഇവിടെ മറ്റേ ലേക്കാ കയാക്കിങ് കയറിയാലോ. ഞാനും ജിമ്മ് മുമ്പ് ചെയ്തതാ. അപ്പൊ ഗൈസ്, ഞങ്ങള് സ്വന്തമായിട്ട് ബോട്ട് വാങ്ങിച്ചിട്ട് തുഴഞ്ഞു പോവാണ്. ഞാനും തുഴയാനൊക്കെ ഇവിടെ ഒന്ന് പഠിച്ചാണ് കേട്ടോ. ഞങ്ങൾ കണ്ടല്ലോ. താൻ കൂടി തുഴഞ്ഞോ. നമ്മൾ ഒരുമിച്ച് തുഴയുമ്പോഴാണ് നേരെ പോകുള്ളൂ. മാറി മാറി പിടിച്ചോളൂ, ഞങ്ങളെ പിടിച്ചോളൂ. അതിന് നല്ല സുഖമുണ്ട്.
വാവ് അടിപൊളി. ശാപങ്ങളെ ഏറ്റവും ധൈര്യമുള്ള ആളെ ഇരിക്കുന്നത്. അപ്പോൾ തൊഴണണ്ട, അങ്ങനെ ഓരോ കാര്യം പഠിക്കുന്നത്. എനിക്കരുത് കേട്ടോ, എന്തോന്നാലും എനിക്കരുത്. ബാലൻസ് അത് ഞാൻ തിരിച്ചോളാം. ഓക്കെ, നന്നായിട്ട് തൊഴി. വേണോ? ഇനി നിങ്ങളുടെ അടുക്ക് അത് കട്ട് ചെയ്യും. നിങ്ങൾ അനങ്ങണ്ട, ഇപ്പുറത്തോട്ട് പോക്ക്. അങ്ങോട്ട് തിരിക്കാനാണോ? അത് താൻ തുഴയല്ലേ, താൻ തുഴയരുത്. തുഴയുന്നുണ്ട്. നിങ്ങൾ കിട്ടിയാ ക്യാമറ? ഇനി ഞങ്ങളെടുത്തോളൂ, എനിക്കരുത് കേട്ടോ. ഇനി തുഴഞ്ഞോ താൻ, തുഴഞ്ഞോ. അത് വന്നിരിക്കോ? താൻ തുഴയല്ല, ഞങ്ങൾ തിരിക്കട്ടെ. എനിക്ക് ശാപങ്ങൾ ഇത് ആരും പഠിപ്പിച്ചതെന്നല്ല, അത് കണ്ടത് ഇപ്പൊ പഠിച്ചതാ. നീ താൻ തുഴഞ്ഞോ, നീ താൻ തുഴഞ്ഞോ. ഇങ്ങനെ പിടിക്കുന്ന ദിവസം കണ്ടോ, അതിങ്ങനെ ഓഫാക്കിയാ. ഞങ്ങള് ഫോട്ടോ എടുക്കോ? ഞങ്ങൾ തുഴയുന്ന സ്റ്റില്ലെടുക്കും. എനിക്കരുതേ, അപ്പൊ ഞങ്ങള് തിരിച്ചു പോകണം. ഇവിടെ റോസിനൊക്കെ ഭയങ്കര ധൈര്യം കൂടുതലുള്ളതുകൊണ്ട് നീ കേട്ടേതാ കാലൊന്നും എടുക്കണ്ട, തല എടുത്താൽ മതി. നിങ്ങളുടെ അടുത്തില്ലേ വെള്ളം തോഴ തോഴ ആ തോഴയില്ലേ ചെന്നിടിക്കും. ഞാൻ പറഞ്ഞോളാം, അവിടെ വളയ്ക്കും. ആ സൈഡിൽ പോവാ, അവിടെ കയാക്കിങ്ങിനും സ്വന്തമായി തുഴഞ്ഞ് ബോട്ട് ചെയ്യാനൊക്കെ അതെ 400 രൂപ കഴിഞ്ഞാൽ അവിടെ ബോട്ട് വാടക കിട്ടും. സ്വന്തമായി തുഴഞ്ഞ് നമുക്ക് കുട്ടികളായിട്ട് എൻജോയ് ചെയ്യാം. ഒരു 20 മിനിറ്റോളം എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങളാകെ 10 മിനിറ്റ് ബോട്ട് വാടകയ്ക്കെടുത്ത് 10 മിനിറ്റ് എൻജോയ് ചെയ്തോളൂ. അപ്പോഴത്തേക്കും പേടിയാന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ്. വളരെ ധൈര്യക്കൂടുതലുള്ള ആളുകളായിരുന്നു എൻ്റെ കൂടെ ഉള്ളത്, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ മൊട്ടക്കുന്നുകളെല്ലാം കവർ ചെയ്തു. പിന്നെ അതിൻ്റെ അടുത്തുള്ളൊരു ബോട്ടിങ്ങിൽ കയറി. സ്വന്തമായി ബോട്ട് വാടകയ്ക്കെടുത്ത് തുഴഞ്ഞു പോകുന്ന സംവിധാനം അവിടെ ഉള്ളത്, മെഷീൻ ബോട്ടല്ല. റോസുനും പിള്ളേർക്കും ഭയങ്കര ധൈര്യം ഉള്ളതുകൊണ്ട് ഞാൻ പകുതി എത്തിയപ്പോൾ തിരിച്ചു പോന്നു. ഇനി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം കഴിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ ഈ മറ്റേ പൈൻ ഫോറസ്റ്റ് വരെ ഒന്ന് പോയിട്ട് നേരെ തിരിച്ചു പോകാമെന്നുള്ള വിചാരിച്ചിട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ വാഗമൺ വന്ന് മൊട്ടക്കുന്ന് കഴിഞ്ഞു. പിന്നെ മറ്റേ പൈൻ മരം കവർ ചെയ്തു. എല്ലാം കഴിഞ്ഞ് ടയർഡായി. ഇപ്പോൾ സമയം 6:30 ആയി. ഞങ്ങൾ ഈരാറ്റുപേട്ടങ്ങനെ തിരിച്ചു പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.